ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പ് നാറ്റം നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നമുക്ക് ഈ വിയർപ്പിൻ്റെ സ്മെല്ല് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ശരീരത്തിൽ എല്ലാ മനുഷ്യർക്കും വിയർപ്പ് വരുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നെങ്കിലോ അല്ല പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് വിയർപ്പ് വരാറുണ്ട്. അപ്പോൾ ഈ വിയർപ്പ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോൾ ഒരു സ്മെല്ലാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്മെല്ല് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ബാക്ടീരിയ അവിടെ കൂടുതലായിട്ട് ഉണ്ടായിട്ട് നമ്മുടെ വിയർപ്പുമായി രണ്ടും കൂട്ടി മുട്ടുമ്പോഴാണ് നമുക്കൊരു സ്മെല്ലുണ്ടാകുന്നത്. ഓക്കെ, ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വിയർപ്പ് കൂടുതലുണ്ടെങ്കിൽ പോലും സ്മെല്ലുണ്ടാകാറില്ല. കാരണം എന്താ, അവിടെ ബാക്ടീരിയ ഇല്ലെന്നാണ്. ചില മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ വിയർപ്പ് കുറവാണെങ്കിലും ചിലപ്പോൾ ബാക്ടീരിയ കൂടുതലായിരിക്കും, അപ്പോൾ നല്ലതുപോലെ സ്മെല്ലുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ്, ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് കാരണം നമ്മൾ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വിയർപ്പിനുള്ള ആ ഒരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം, നമ്മുടെ നോർമൽ വാട്ടറിനേക്കാളും നമ്മൾ ഈ കഫീൻ പോലെയുള്ള ഡ്രിങ്ക്സ് അധികമായി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിയർപ്പിൽ സ്മെല്ല് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സ്, ഈ നല്ല ചൂടുള്ള ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് വരാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് നാൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒന്ന് നോക്കുക, സ്മെല്ല് അനുഭവപ്പെടാറുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഹോം റെമഡീസ് ഉണ്ട് ഇതൊക്കെ ഒന്ന് ഈ സ്മെല്ലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം, നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് വിയർക്കുന്ന ശരീരമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 നേരമെങ്കിലും കുളിക്കുക കേട്ടോ. കുളിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് തല നനയ്ക്കുക എന്നല്ല, നമ്മുടെ ശരീരം, ദേഹം, മേല് കഴുകുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫേസ് വാഷ് എടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന, ഇപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഒരു അര ബക്കറ്റിൽ നമ്മുടെ ഫേസ് വാഷ് ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വെള്ളം കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മേല് കഴുകുക കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ ആ വേർപ്പിൻ്റെ ആ ഒരു സ്മെല്ല് മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ്. അപ്പം നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങ. ഇത് മിക്കവർക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയുന്നതാണ്. നമ്മുടെ നാരങ്ങ നീര് ഇതുപോലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു അര ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമ്മുടെ നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞ് അതിലൊഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് മേല് കഴുകാട്ടു. ഇത് ആഴ്ചയിൽ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ കുളിക്കുന്ന ആ സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ ശേഷം അതിൻ്റെ തൊണ്ടില്ലേ അതെടുത്ത് നമുക്ക് എവിടെയാണ് വിയർപ്പിൻ്റെ ഇത് കൂടുതൽ, ഇപ്പം കക്ഷത്തിലായിരിക്കാം, ചിലർക്ക് കാൽപാദത്തിലായിരിക്കാം, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വിയർപ്പിൻ്റെ എവിടെയാണ് കൂടുന്നത് അവിടെ നമുക്ക് ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് ഒന്ന് റബ്ബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീക്കിലൊരു സ്ക്രബ് ചെയ്യാം കേട്ടോ. അതിനാവശ്യമുള്ള ഒന്നാണ് ബേക്കിംഗ് സോഡയും നോർമൽ വാട്ടറും. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വിയർപ്പ് എവിടെയാണുള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ ടീ നമുക്ക് വിയർപ്പുള്ള സ്ഥലത്തിലൊക്കെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് എവിടെയൊക്കെയാണ് വിയർപ്പുള്ളത് അവിടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിപ്രസ്പിറിൻ അടങ്ങിയിട്ടുള്ള ലോഷൻസ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട്. അതിൽ അലുമിനിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആ ലോഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കക്ഷം, കൈപ്പത്തി, അതുപോലെ കാൽപാദം, നമ്മുടെ കഴുത്ത് അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടാറ്റാ.